നമസ്കാരം. എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ? സുധാകര, ഇതെന്ത് കളിയാണ്? നാട് നന്നാക്കാനായി ഒടുവിൽ കൊച്ചിയിലെ ഗുണ്ടകളെയും കള്ളത്തോക്ക് കേസ് പ്രതികളെയും വരെ കൂട്ടുകാരാക്കുന്നു. കോൺഗ്രസ് കോട്ടകളിൽ ഇപ്പോൾ പുതിയൊരു ചരിത്രപരമായ ലഹരി വിരുദ്ധ വിപ്ലവം നടക്കുകയാണല്ലോ. സംഭവം എന്താണെന്നല്ലേ? KPCC പ്രസിഡന്റും MP-യുമായ K. സുധാകരൻ കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് കുപ്രസിദ്ധ ക്രിമിനലുകളുമായി അതീവ രഹസ്യമായി ചർച്ച നടത്തിയിരിക്കുന്നു. സംഗതി പുറത്തായപ്പോൾ വരുന്നു സംഘാടകരുടെ വക ഒരു ഒന്നാന്തരം വിശദീകരണം. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ വിജയിപ്പിക്കാൻ വെറും പോലീസുകാരെ കൊണ്ട് മാത്രം പറ്റില്ലത്രേ. അതിന് കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള നമ്മുടെ നാട്ടിലെ ഗുണ്ടകളും കള്ളത്തോക്ക് കേസിലെ പ്രതികളും തന്നെ വേണമെന്നാണ് യോഗത്തിന്റെ പ്രധാന സംഘാടകനായ സുഹൈൽ ഷാജഹാൻ പറയുന്നത്. ഈ AKG സെന്റർ ആക്രമണ കേസിലും വിസ തട്ടിപ്പ് കേസിലും വരെ പ്രതിയായ ഈ സുഹൈൽ ഷാജഹാൻ ഇപ്പോൾ ലഹരിക്കെതിരെ പോരാടാൻ പെട്ടെന്നുണ്ടായ ഈ ആവേശം കാണുമ്പോൾ ചിരിക്കണോ അതോ കരയണോ എന്ന് ജനങ്ങൾക്കൊട്ടും മനസ്സിലാകുന്നില്ല. ഭരണകക്ഷിയുടെ ഭാരവാഹികൾ ക്രിമിനലുകളോട് ചർച്ച നടത്തി നാട് നന്നാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഈ വിചിത്രമായ പെരുമാറ്റം കാണുമ്പോൾ ജനങ്ങൾക്ക് കടുത്ത പരിഹാസമാണ് വരുന്നത്. ഗാന്ധിജിയുടെയും ഖദറിന്റെയും പാരമ്പര്യം പറയുന്ന കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഗുണ്ടകളുടെ സംരക്ഷണ കേന്ദ്രമായി മാറിയിരിക്കുകയാണോ എന്ന് ഓരോ സാധാരണക്കാരനും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ക്രിമിനലുകളെ ഉപയോഗിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്താനിറങ്ങിയ കോൺഗ്രസിന്റെ ഈ അതിബുദ്ധി ശരിക്കും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു കാലത്ത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പറത്തിയവർ ഇപ്പോൾ ബോംബെറിഞ്ഞവരുടെയും തോക്കു ചൂണ്ടിയവരുടെയും നടുവിലിരുന്ന് അഹിംസയെക്കുറിച്ച് സംസാരിക്കുന്നത് കാണാൻ എന്ത് രസമാണല്ലേ? കേരളത്തിലെ പ്രമുഖ മുന്നണികളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണെന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് ഈ സംഭവം. മുൻപ് ഭരിച്ചിരുന്ന LDF ആകട്ടെ അഴിമതിയുടെയും സ്വജനപക്ഷത്തിന്റെയും കാര്യത്തിൽ റെക്കോർഡിട്ട് മുന്നേറിയവരാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദവും കരിമണൽ കമ്പനിയുമായുള്ള അവിശുദ്ധ ഇടപാടുകളും ഇപ്പോഴും വലിയ ചർച്ചയായി നിൽക്കുന്നു. അങ്ങനെയുള്ള ഭരണപക്ഷത്തെ താഴെയിറക്കി വലിയ ഉറപ്പുകളോടെ ഭരണം കൈയാളുന്ന കോൺഗ്രസ് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് നമ്മളിപ്പോൾ കൊച്ചിയിൽ കണ്ടത്. LDFന്റെ പഴയ അഴിമതി ഭരണത്തെ കുറ്റപ്പെടുത്താൻ കോൺഗ്രസിന് ഇനി ധാർമ്മിക അവകാശമുണ്ടോ? ഒരു ഭാഗത്ത് മുൻ ഭരണപക്ഷത്തിന്റെ ഗുണ്ടായുസത്തെയും ക്രിമിനലിസത്തെയും കുറ്റപ്പെടുത്തുകയും മറുഭാഗത്ത് അതേ നാണയത്തിൽ ക്രിമിനലുകളെ താലോലിക്കുകയും ചെയ്യുന്ന UDF ശരിക്കും ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. അഴിമതിയുടെയും ക്രിമിനൽ കൂട്ടുകെട്ടുകളുടെയും കാര്യത്തിൽ ഈ രണ്ട് മുന്നണികളും ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് ജനം തിരിച്ചറിയുന്നു. ഒരു ഭാഗത്ത് നാട്ടിൽ നിയമവാഴ്ച നിലനിർത്തുമെന്നൊക്കെ പറഞ്ഞ് നിയമസഭയിലും പുറത്തും വലിയ പ്രസംഗങ്ങൾ നടത്തുകയും മറുഭാഗത്ത് അതേ നിയമം കയ്യിലെടുക്കുന്ന കുപ്രസിദ്ധ കുറ്റവാളികളുമായി ഭരണപക്ഷത്തെ ജനപ്രതിനിധികൾ തന്നെ കോൺഫിഡൻഷ്യൽ മീറ്റിംഗുകൾ കൂടുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പൂർണ്ണമായും പൊളിച്ചടക്കപ്പെടുന്നത്. തുടക്കത്തിൽ വെറും 20 പേർ കാണാൻ അനുവാദം ചോദിച്ച സ്ഥാനത്ത് പിന്നീട് 100ഓളം ക്രിമിനലുകളാണ് സുധാകരനെ കാണാൻ ഇരച്ചെത്തിയത്. ഗുണ്ടകൾക്ക് ലഹരിക്കെതിരെ പോരാടാൻ ഇനിയൊരു അവസരം ലഭിക്കില്ല എന്ന് കരുതിയാണ് അവരെ മാറ്റി നിർത്താത്തത് എന്ന സുഹൈൽ ഷാജഹാന്റെ ന്യായീകരണം കേട്ടാൽ തോന്നും ഇവരൊക്കെ നാളത്തെ ഗാന്ധി ശിഷ്യന്മാരാകാൻ പോവുകയാണെന്ന്. കള്ളത്തോക്കും പിടിച്ച് നടക്കുന്നവരും നാട് കൊള്ളയടിക്കുന്നവരും ചേർന്നാണോ ഇനി കേരളത്തിലെ ലഹരി മാഫിയയെ തുടച്ചു നീക്കാൻ പോകുന്നത്? കോൺഗ്രസിന്റെ ഈ പുതിയ ഓപ്പറേഷൻ തൂഫാൻ ശരിക്കും ലഹരിക്കെതിരെയുള്ളതാണോ അതോ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ച് ക്രിമിനൽ സംഘങ്ങളെ ഒപ്പം നിർത്താനുള്ള തറവേലയാണോ എന്ന് പ്രബുദ്ധരായ കേരള ജനതയ്ക്ക് കൃത്യമായി മനസ്സിലാകും. സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഇത്തരം സാമൂഹിക വിരുദ്ധർക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുന്ന വിചിത്രമായ കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. കൊച്ചിയിലെ കൊടും കുറ്റവാളികളെയാണോ സുധാകരൻ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ജനങ്ങളുടെ സുരക്ഷിതത്വത്തെക്കാൾ സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഇത്തരക്കാരുടെ തനി നിറമാണ് ഈ ഒളിച്ചുകളികളിലൂടെ പുറത്തു വരുന്നത്. നിയമ സംവിധാനങ്ങളെയും പോലീസിനെയും പൂർണ്ണമായി അവിശ്വസിച്ച് ക്രിമിനലുകളെ കയ്യിലെടുത്ത് സമാന്തര ഭരണം നടത്താനാണോ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്? ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സമൂഹത്തിന് മാതൃകയാകേണ്ട K. സുധാകരൻ ഇത്തരം കൊടും കുറ്റവാളികളുടെ തണലിൽ ഇരിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ അധപതനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. അഴിമതിയുടെയും ക്രിമിനലിസത്തിന്റെയും കാര്യത്തിൽ കോൺഗ്രസും LDFും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് മുൻപും തെളിഞ്ഞതാണ്. ഇതിന് പുതിയൊരു അടിവര കൂടിയാവുകയാണ് ഈ വിവാദ യോഗം. സംസ്ഥാന ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വിധം ഭീകരമായ അരാജകത്വമാണ് ഇവിടെ ഭരണപക്ഷം തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ പേരിൽ ഗുണ്ടകളെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഈ വിനാശകരമായ രാഷ്ട്രീയം കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഓരോ ദിവസവും പുതിയ രീതിയിലുള്ള അഴിമതികളും ഇത്തരം അധോലോക ചങ്ങാത്തങ്ങളും പുറത്തു വരുമ്പോൾ ജനങ്ങൾക്ക് ഈ സംവിധാനങ്ങളിലുള്ള വിശ്വാസമാണ് പൂർണ്ണമായി നഷ്ടപ്പെടുന്നത്. അടിയന്തരമായി ഈ കാര്യങ്ങളിൽ വ്യക്തമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലെ ക്രമസമാധാന നില പൂർണ്ണമായി തകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ഭരണപക്ഷത്തിന്റെ ഇത്തരം നിലപാടുകൾ ക്രിമിനലുകൾക്ക് കൂടുതൽ വളരാൻ മാത്രമേ സഹായിക്കൂ. നാട്ടിലെ പോലീസിന് കഴിവില്ലെന്നും അതുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ക്രിമിനലുകൾ വേണമെന്നും പരസ്യമായി പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ യഥാർത്ഥത്തിൽ രാജ്യത്തെ ഭരണഘടനയെയും നിയമവ്യവസ്ഥയുമാണ് വെല്ലുവിളിക്കുന്നത്. മുൻപ് ഗുണ്ടകളായിരുന്നു എന്ന് കരുതി ആരെയും മാറ്റി നിർത്തരുതെന്ന സുഹൈലിന്റെ വാദം കേട്ടാൽ തോന്നും ഇവർ എന്തോ വലിയ സാമൂഹിക പരിഷ്കർത്താക്കളാണെന്ന്. എന്നാൽ AKG സെന്റർ ആക്രമണ കേസിലെ പ്രതിയായ ഒരു വ്യക്തി തന്നെ ഈ യോഗത്തിന് ചുക്കാൻ പിടിക്കുമ്പോൾ ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന വളരെ വ്യക്തമാണ്. കൊച്ചി DCC പോലും തള്ളിപ്പറഞ്ഞ ഈ യോഗത്തെ ന്യായീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം പെടാപ്പാടുപെടുകയാണ്. കോൺഗ്രസ് ക്യാമ്പുകളിൽ ഇപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് വലിയ മൗനമാണുള്ളതെങ്കിലും അണികൾക്കിടയിൽ തന്നെ ഈ ഗുണ്ടാച്ചങ്ങാത്തം വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. സുതാര്യതയെക്കുറിച്ചും ജനവിശ്വാസത്തെക്കുറിച്ചും വലിയ ക്ലാസ് എടുക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ ഈ യഥാർത്ഥ മുഖം ഇതോടെ കേരള ജനത പൂർണ്ണമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഖദറിന്റെ മറവിൽ എന്തും ചെയ്യാമെന്ന അഹങ്കാരത്തിനാണ് ഇപ്പോൾ ജനങ്ങൾ വലിയൊരു തിരിച്ചടി നൽകാൻ പോകുന്നത്. ക്രിമിനലുകളുടെ തോളിൽ കൈയിട്ട് നാട് ഭരിക്കാൻ നോക്കുന്ന ഇത്തരം കോൺഗ്രസ് രാഷ്ട്രീയ മാഫിയകളെ ജനങ്ങൾ തന്നെ വരും ദിവസങ്ങളിൽ പൂർണ്ണമായി ബഹിഷ്കരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത്രയും വലിയ തെറ്റുകൾ ചെയ്തിട്ടും ഇപ്പോഴും നിരപരാധികളാണെന്ന് നടിക്കുന്ന നേതാക്കളെ ജനങ്ങൾ വെറുതെ വിടില്ല. നാളെയുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകളെ തുടച്ചു നീക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നുമില്ലാത്തവർ അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെയുള്ള വഴിവിട്ട ബന്ധങ്ങൾ ഉപയോഗിക്കുന്നത് അത്യന്തം അപകടകരമാണ്. കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ രംഗം ഇന്ന് എത്രത്തോളം ജീർണിച്ചുവെന്ന് ഈ ഒരൊറ്റ സംഭവം നമുക്ക് കാണിച്ചു തരുന്നു. ജനങ്ങൾ തങ്ങളെ ഭരിക്കാൻ ഏൽപ്പിച്ച അധികാരം ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. സ്വന്തം വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ വേണ്ടി കൊടും കുറ്റവാളികളെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഈ പ്രവണത ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒട്ടും ഭൂഷണമല്ല. ഈ വിവാദമായ ഗുണ്ടായോഗവും അതിന് സംഘാടകർ നൽകിയ കോമഡി വിശദീകരണവും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റുകൾ തന്നെ സൃഷ്ടിക്കും. ഒരു വശത്ത് പഴയ LDF സർക്കാർ തങ്ങളുടെ അഴിമതി ഭരണത്തിന്റെ പേരിൽ പുറത്തിരിക്കുമ്പോൾ കോൺഗ്രസ് ഇവിടെ ക്രിമിനലുകളെ കൂട്ടുപിടിച്ച് നാട് മുടിക്കാൻ നോക്കുകയാണ്. അഴിമതിരഹിതവും സുതാര്യവുമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ വരണമെങ്കിൽ ഈ ഗുണ്ടാഭരണവും കൊള്ളസംഘങ്ങളുടെ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളും എന്നേക്കുമായി നാടുവിടേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിലും പൊതുവേദികളിലും പ്രതിരോധ കോട്ട തീർക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് അനുഭാവികൾ പോലും ഇപ്പോൾ മറുപടിയില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇവർ നടത്തുന്ന നാടകങ്ങൾ എല്ലാം തന്നെ ഇതോടെ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. കേരളീയ പൊതുസമൂഹം ഇനിയെങ്കിലും ഇത്തരം നാടകങ്ങൾ തിരിച്ചറിയണം. ഒരു ജനപ്രതിനിധി സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടി ഗുണ്ടകളുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ജനാധിപത്യത്തിന്റെ അന്തസ്സാണ്. ലഹരിക്കെതിരായ ബോധവൽക്കരണം എന്ന പേരിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കളമൊരുക്കുന്ന ഇത്തരം ഗൂഢാലോചനകളെ തുറന്നു കാട്ടേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. പോലീസിനെ തള്ളിപ്പറഞ്ഞ് ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഈ വിചിത്രമായ നിലപാടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു പ്രധാന വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.